ഹലോ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ ഷോറൂമിലോട്ടാട്ടോ. ഇതിൻ്റെ ഭിത്തിയൊക്കെ നോക്കി ഫുൾ ഗ്ലാസ് കൊണ്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാനിതാ ഉള്ളിലോട്ട് പോകാൻ കേട്ടോ. ഇവരുടെ എല്ലാ പ്രോഡക്ട്സും തന്നെ ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാനെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരുടെ സ്റ്റാഫ് ഉണ്ട്, നമുക്ക് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരും. ഇപ്പോൾ ഞാൻ വാച്ചിൻ്റെ സ്ട്രാപ്പാണ് കേട്ടോ നോക്കുന്നത്. നമ്മളെ ഐ വാച്ചിൻ്റെ ഒരുപാട് സ്ട്രാപ്പിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് നോക്കി വാങ്ങിയാൽ മതി കേട്ടോ. ദെൻ ഞാൻ അവരുടെ എയർപോർട്ട്സൊക്കെ നോക്കി. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഇവർക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് നോക്കി വാങ്ങാൻ പറ്റും. വാങ്ങുന്നവർക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ആക്ച്വലി ഞാൻ വെറുതെ ഒന്ന് കാണാൻ വന്നതാണ്, വാങ്ങാൻ വന്നതല്ല. അങ്ങനെ നമ്മൾ സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്തു. ജിയോ വേൾഡ് ഡ്രൈവിലാട്ടോ നമ്മുടെ ആപ്പിളിൻ്റെ ഷോറൂം ഉള്ളത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡാണല്ലോ മെയിൻ. അങ്ങനെ നമ്മൾ മാളിൽ തന്നെ ഉള്ള, എനിക്ക് കടയുടെ പേര് ഓർമ്മയില്ല, അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറിയതാ പിസ്സ കഴിക്കുക കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്നില്ല ഇതെങ്ങനെ ആളുകൾ കഴിക്കുന്നതെന്ന്. ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പണ്ടേ ഇതുപോലുള്ള ഫുഡ് സെറ്റ് ആവാറില്ല. ഞാൻ കൂടുതലും കേരള സ്റ്റൈൽ ഫുഡ്സാണ് കഴിക്കാറ്. ശേഷം നമ്മളിതാ പർച്ചേസിങ്ങിന് പോവുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം വന്നിട്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഹിൽ റോഡ് ഷോപ്പിങ്ങിലാട്ടോ. ആ സ്ട്രീറ്റിലെല്ലാം തന്നെ കറങ്ങി ബാർഗെയിൻ സ്കില്ലുള്ള ആളുകൾക്ക് പറ്റിയ സ്ഥലം കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. എനിക്കതൊട്ടുമില്ല, പക്ഷേ എന്നാലും ഞാൻ പിടിച്ചു നിന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിലെ സിസ്റ്റേഴ്സിനും അതുപോലെ ഉമ്മാക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെരുപ്പൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ഇതുപോലെ വാങ്ങുന്നതല്ല, എൻ്റെ കയ്യിൽ നിന്ന് വേഗം പൊട്ടുന്നതുകൊണ്ട് തന്നെ ഞാനതൊന്നും വാങ്ങിയില്ല. അതിനുശേഷം ഞാനിതാ ഷോപ്പിങ്ങിനായിട്ട് വേറൊരു ലൊക്കേഷനിലോട്ട് പോവാണ് കേട്ടോ. ഇത് വന്നിട്ട് ബാന്ദ്ര ഹിൽ റോഡിലാണ് ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. അവിടെ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മളിതാ വീണ്ടും നമ്മുടെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് തുണിയെല്ലാം വാങ്ങി വീട്ടിലോട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹിന്ദി അറിയണമെന്ന് തോന്നി എനിക്ക്. പിന്നെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവും വേണം. നല്ല നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്സും ഉണ്ട്, അതുപോലെ ഒട്ടും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം സാധനങ്ങളുള്ള ഷോപ്സും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇന്ന് റൂമിലോട്ട് പോയിട്ട് അവിടുന്ന് ജുഹു ബീച്ചിലോട്ട് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ നൈറ്റിലാണ് ജുഹു ബീച്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് നാളെയാണ് ഇനി നാട്ടിലോട്ട് പോകാനുള്ളത്. പിന്നെ വേറെ സമയം കിട്ടത്തില്ല എന്ന് വെച്ചിട്ട് നമ്മളിതാ ജുഹു ബീച്ചിലോട്ട് വന്നു. ജുഹു ബീച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ വന്നിട്ട് ഒരുപാട് മൂവീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ജുഹു ബീച്ച്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ കുറേ നേരം ബീച്ചിൽ കളിച്ചു. പക്ഷേങ്കിൽ ബീച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായി കിടക്കുകയാണ്. ഫുൾ വേസ്റ്റും കാര്യങ്ങളും, അങ്ങനെ ഒരു നീറ്റല്ല, ഒട്ടും നീറ്റല്ല. നമ്മൾ നോക്കുമ്പോൾ അവിടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഒരു ട്രക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നോക്കി അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ അവിടെ പാഴ കൊടുക്കുന്നുണ്ട്. പായ കൊടുത്തിട്ട് അവരവിടെ വിരിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രക്ക്. ഇതിൽ വേസ്റ്റൊക്കെ അവർ ഇടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് ടൂറിസ്റ്റ് വരുന്നത് കൊണ്ടാവാം ബീച്ചെല്ലാം ഭയങ്കര അൺഹൈജീനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ശേഷം ഞാനിവിടെ കമ്പം കഴിക്കാൻ വേണ്ടി പോയി. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, ഭയങ്കര വൃത്തികേടായിരുന്നു. പിന്നെ ബീച്ചിൽ വന്നിരിക്കുന്നവർക്ക് ക്രിക്കറ്റ് കാണാൻ വേണ്ടി അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.